നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ പാതയോരം ശുചീകരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. മുരിയാട് AUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പരിസമാപ്തിയിലേക്ക്. സുവർണ ജൂബിലി സമാപനം ദ്വിദിന പരിപാടികളോടെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ പാതയോരം ശുചീകരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാർ, ജനപ്രതിനിധികൾ, തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 350 പേർ ചേർന്നാണ് ദേശീയ പാതയോരം ശുചീകരിച്ചത്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ദേശീയപാതയുടെ 4 കിലോമീറ്റർ ദൂരമാണ് മാലിന്യമുക്തമാക്കിയത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ C ദിദിക, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, സെക്രട്ടറി K അജിത എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ ജില്ലാതല ശില്പശാല ഉദ്ഘാടനം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ നിർവഹിച്ചു. അതിരപ്പള്ളി CDS ചെയർപേഴ്സൺ നതാഷ വിജയൻ അധ്യക്ഷത വഹിക്കുകയും വാർഡംഗം റിജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ചെയർപേഴ്സൺ അതിരപ്പള്ളി CDS സ്വാഗതവും കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ആദർശ് P ദയാൽ നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ തദ്ദേശീയ യുവതി യുവാക്കൾക്ക് ഉപജീവന വികസനം സാധ്യമാക്കി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ വഴി ലക്ഷ്യമിടുന്നത്. തദ്ദേശീയ മേഖലയിലെ യുവതി യുവാക്കളെ ഒന്നിച്ചു ചേർക്കുന്നതിനും അവരെ വിവിധ തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകളിലൂടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക എന്ന ആശയത്തിലാണ് തദ്ദേശ മേഖലയിലെ യുവതി യുവാക്കളുടെ യോഗം സംഘടിപ്പിച്ചത്. 40ഓളം പേർ പങ്കെടുക്കുകയും അതിൽ 15ഓളം പേർ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. DDU GKY IEC ക്യാമ്പയിൻ കോഴ്സുകളെ ബോധവൽക്കരണവും കോഴ്സ് നോട്ടീസുകളും കൈമാറി. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പരിസമാപ്തിയിലേക്ക്. സുവർണ ജൂബിലി സമാപനം ദ്വിദിന പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 ജനുവരി 9 വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉൾക്കൊള്ളുന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ ഉദ്ഘാടനം ചെയ്യും. ദേവമാതാ പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ ജോസ് നന്ദിക്കര മുഖ്യപ്രഭാഷണം നടത്തും. മുൻ പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ സാജു മാത്യു വടക്കുംപാടൻ, ഇരിഞ്ഞാലക്കുട DEO ഷൈല T, ചാലക്കുടി AEO നിഷ PB എന്നിവർ ആശംസകൾ നേരും. 10-ാം തീയതി നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര നിർവഹിക്കും. മുൻ സുപ്രീം കോടതി ജഡ്ജി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവർകൾ ആയിരിക്കും പ്രസ്തുത ചടങ്ങിലെ മുഖ്യാതിഥി. CMI വികാർ ജനറൽ റവറൻഡ് ഫാദർ ജോസി താമരശ്ശേരി മുഖ്യപ്രഭാഷകനായിരിക്കും. ദേവമാതാ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ റവറൻഡ് ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തും. സ്കൂളിന്റെ മുൻവശത്തുള്ള പുതുക്കിപ്പണിത ബസ് സ്റ്റോപ്പുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചാലക്കുടി MP ബെന്നി ബഹനൻ നിർവഹിക്കും. ഗോൾഡൻ ജൂബിലി സുവനീർ പ്രകാശന കർമ്മം ചാലക്കുടി MLA TJ സനീഷ് കുമാർ ജോസഫും കാർമൽ ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനം ദേവമാതാ പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ റവറൻഡ് ഫാദർ ഡേവിസ്
കാവുങ്കലും ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജും നിർവഹിക്കും. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ അനൂപ് പുതുശ്ശേരി CMI അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ റവറന്റ് ഫാദർ ജോസ് താണിക്കൽ CMI സ്വാഗതം നേരും. വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, കാർമൽ അക്കാദമി പ്രിൻസിപ്പാൾ റവറന്റ് ഫാദർ യേശുദാസ് ചുങ്കത്ത്, PTWA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS സുഗതൻ എന്നിവർ സംസാരിക്കും. സ്റ്റാഫ് സെക്രട്ടറി ഷാജി NJ നന്ദി പറയും. അഭ്യുദയകാംക്ഷി പ്രതിനിധികളായ പ്രൊഫസർ കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് PI മാത്യു, റിട്ടയർഡ് സ്റ്റാഫ് പ്രതിനിധി ചന്ദ്രബാബു, MPTA പ്രസിഡന്റ് രശ്മി K, കാർമൽ അലുമിനി പ്രതിനിധി രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, സ്കൂൾ ലീഡർ മാസ്റ്റർ തരുൺ P എന്നിവരുടെ വിശിഷ്ട സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രശസ്ത പിയാനോ കലാകാരൻ സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും സംയുക്തമായി ഒരുക്കുന്ന ഗംഭീരമായ സംഗീത കലാവിരുന്നോടു കൂടിയായിരിക്കും സമാപനത്തിന് കൊടിയിറങ്ങുക. മാനേജർ റവറന്റ് ഫാദർ അനൂപ് പുതുശ്ശേരി, പ്രിൻസിപ്പാൾ ഫാദർ ജോസ് താണിക്കൽ, ലൈജു PI, അഡ്വക്കേറ്റ് PI മാത്യു, അഡ്വക്കേറ്റ് KS സുഗതൻ, രശ്മി K തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വപ്നമാണ് ഒരു ചാലക്കുടിയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുക എന്നത്. ചാലക്കുടിയിൽ തന്നെ ജനങ്ങൾ നേതൃത്വം നൽകി അന്ന് പ്രൊവിൻഷ്യലായിരുന്ന ഗബ്രിയേൽ അച്ഛനെ സമീപിക്കുകയും നാട്ടുകാര് ചാലക്കുടിയിലെ നല്ലവരായ ജനങ്ങൾ ചേർന്നുകൊണ്ടാണ് അച്ഛനെ സമീപിച്ചുകൊണ്ട് സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് 2025 ഒരു വർഷത്തെ ആഘോഷങ്ങൾ, നമ്മൾ ദീർഘമായ ആഘോഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഈ ആഘോഷങ്ങളുടെയൊക്കെ പരിസമാപ്തി 2025 ജനുവരി 9, 10 തീയതികളിലാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 9-ാം തീയതി സ്കൂളിൻ്റെ 50th ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുന്നു. 10-ാം തീയതിയാണ് ജൂബിലി സമാപന സമ്മേളനവും തുടർന്നുള്ള സംഗീത വിരുന്നും സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുമായി സംയോജിച്ച് ജൈവമാലിന്യ സംസ്കരണം വീടുകളിൽ ഉറപ്പാക്കുന്നതിനായി 6 മുതൽ 12 വരെ വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സർവേയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്വന്തം വീട്ടിൽ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് AD അൻസൺ ജോസഫ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലിൽ U, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ സംഗീത് NC, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ രാധാകൃഷ്ണൻ K, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ്, വാർഡംഗം സനിൽ മഞ്ഞളി എന്നിവർ പങ്കെടുത്തു. മുരിയാട് AUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. മുരിയാട് AUP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്തതിനോടനുബന്ധിച്ച് ഒരു ചാരിറ്റബിൾ സംരംഭം എന്ന നിലയിൽ മുരിയാട് AUP സ്കൂളിന്റെ സ്കൂൾ കെട്ടിടം പണിത കരാറുകാരൻ ബാബു തുളുവത്ത് കലേറ്റുങ്കര അദ്ദേഹത്തിന്റെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് മുരിയാട് സ്കൂളിലെ ഒരു കുട്ടിക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ശിലാസ്ഥാപനം നടത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെച്ചിറ്റിലപ്പള്ളി, വാർഡംഗം ശ്രീജിത്ത് പട്ടത്ത്, പ്രധാനാധ്യാപിക MP സുബി, PTA പ്രസിഡന്റ് രജനി ഷിബു എന്നിവർ സന്നിഹിതരായി. വലിയ ഒരു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മുരിയാട് AUP സ്കൂളിലെ അധ്യാപകരും അവരുടെ മാനേജ്മെൻറ്റും ഒപ്പം തന്നെ അവിടെ കെട്ടിടം പണി നിർമ്മാണം പൂർത്തീകരിച്ച നമ്മളുടെ ബാബുവേട്ടൻ, അവിടുത്തെ കോൺട്രാക്ടർ ബാബുവേട്ടൻ്റെയും അവരുടെയൊക്കെ വലിയ മനസ്സിൻ്റെ അടയാളമാണ്, നന്മയുടെ വലിയൊരു അടയാളമാണ് ഇന്നിവിടെ ഈ നിർമ്മാണം ആരംഭിക്കുന്ന ഈ ഭവനം. എന്തായാലും ഇനിയും നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് കൈകൾ ഇതുപോലെ ഉയർന്നു വരട്ടെ എന്ന ആശംസയോടുകൂടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് കോടശ്ശേരി പഞ്ചായത്തിലെ എലിഞ്ഞിപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 37 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കിടത്തി ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണമായി 120 കോടി രൂപ ചെലവിൽ 4960 ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ തീപ്പൊള്ളൽ ചികിത്സാ യൂണിറ്റിൽ 2 ഓപ്പറേഷൻ തിയേറ്റർ, ICU, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡ്, ബോഡി വാഷിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ, ഡ്രസ്സിംഗ് റൂമുകൾ, ഡ്യൂട്ടി റൂമുകൾ, ശുചിമുറി എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. HLL ലൈഫ് കെയറിനാണ് പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല. സംസ്ഥാനത്ത് ഒരു താലൂക്ക് ആശുപത്രിയിൽ തീപ്പൊള്ളൽ ചികിത്സാ യൂണിറ്റ് ആരംഭിക്കുന്നത് ചാലക്കുടിയിലാണ്. DPM ഡോക്ടർ സജീവ് കുമാർ, DMO
ടി പി ശ്രീദേവി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദീപു ദിനേശ്, അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, MM അനിൽകുമാർ, പ്രീതി ബാബു, മുൻ ചെയർമാൻ VO പൈലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KS അശോകൻ, രാജേഷ് പിഷാരിക്കൽ, അനിൽ കദളിക്കാടൻ, പോളി ഡേവിസ്, ജോൺ മുണ്ടൻമാണി, അനിൽ തോട്ടവീഥി, സിബി വട്ടലായി, ആശുപത്രി സൂപ്രണ്ട് AA മിനി തുടങ്ങിയവർ സംസാരിച്ചു. 6 പേരുണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ്. വേക്കൻസി ഉണ്ടോ? വേക്കൻസി ഇല്ല. 6 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഏതാണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്പറാണ് താലൂക്ക് ആശുപത്രി. നമ്മുടെ ആശുപത്രിയിലെ OPയുടെ കണക്ക് ഇന്നലത്തേതാണ് എടുത്തത്. സൂപ്രണ്ട് ഇന്നത്തേത് ഇന്നിപ്പോൾ ഈവനിങ് OP നടന്നു. 695 ഇന്നലത്തെ. ഇന്നലെ നൈറ്റ് സെൻസസ് അനുസരിച്ച് ഇവിടുത്തെ IP 50 ആണ്. എത്ര ബെഡുണ്ട്? 144 ബെഡുണ്ട്. എത്ര ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്? 3 ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അനസ്തേഷ്യസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂം ഉണ്ട്. കഴിഞ്ഞ ട്രോമാ കെയർ പണിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവിടുത്തെ കാഷ്വാലിറ്റി കൊണ്ട് മാറ്റി എന്നതല്ലാതെ ട്രോമാ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചികിത്സയും രോഗികൾക്ക് കൊടുക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് ഇതുമൂലം ഇവിടുത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ പാതയോരം ശുചീകരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. മുരിയാട് AUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പരിസമാപ്തിയിലേക്ക്. സുവർണ ജൂബിലി സമാപനം ദ്വിദിന പരിപാടികളോടെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.